മദീനയിലെ തെരുവുകളിലൊന്ന് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ കുഞ്ഞു പയ്യൻ. ബാല്യം മുതൽ തന്നെ വീട്ടിലെ പ്രാരാബ്ദങ്ങളുടെ ഭാരം അവൻ്റെ ചുമലിലുണ്ട്. വീട്ടുജോലികൾക്കായി പോകുന്ന അമ്മയെ സഹായിക്കണം. മദ്യപാനിയായ അച്ഛൻ വീട്ടിലിരിപ്പുണ്ട്. 10 വയസ്സ് പിന്നിടും മുമ്പേ ജീവിതം അവനെ പക്വമതിയാക്കിയിരിക്കുന്നു. മെദീന, മാഞ്ചസ്റ്റർ, മാഡ്രിഡ്, ടൂറിൻ ആൻഡ് മാഞ്ചസ്റ്റർ അഗൈൻ. പീറ്റർ ഡൂറിയുടെ വിശ്വവിഖ്യാതമായ ആ കമൻട്രി ഓർമ്മയുണ്ടോ? ക്രിസ്ത്യാനോ റൊണാൾഡോ മാഞ്ചസ്റ്റർ നഗരത്തിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു അന്ന്. CR7 എന്ന ബ്രാൻഡ് ഉയർക്കൊണ്ടത് ആ നഗരത്തിൽ നിന്നാണല്ലോ. Wreathed in red, restored in this great gallery of the game, a walking work of art. പീറ്റർ ഡൂറിയുടെ ശബ്ദം ഇടമുറിയാതെ ഒഴുകിക്കൊണ്ടിരുന്നു. അയാളുടെ ഐതിഹാസികമായ ഫുട്ബോൾ സഞ്ചാരങ്ങൾ ഡൂറിയുടെ വരികളിൽ മുഴങ്ങി. 40 വയസ്സ് പിന്നിട്ടു ക്രിസ്ത്യാനോക്ക്. സാധാരണ ഫുട്ബോൾ താരങ്ങൾ കളി അവസാനിപ്പിച്ച് വീട്ടിലിരിക്കേണ്ട സമയം. എന്നാൽ റോണോ ഒരു ലോകകപ്പ് കൂടി കളിക്കാൻ ഒരുങ്ങുകയാണ്. തനിക്കു കളിച്ചു മതിയായില്ലെന്ന് അയാൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. കളിക്കാലങ്ങളുടെ സായാഹ്നത്തിലും അയാൾ തന്നെയാണ് ഇപ്പോഴും ഫുട്ബോൾ ലോകത്ത് ഏറ്റവും അധികം പണം സമ്പാദിക്കുന്നത്. ദാരിദ്ര്യം ഞെരുക്കിയ ഭൂതകാലത്ത് നിന്ന് കഠിനാധ്വാനം കൊണ്ട് അയാൾ കീഴടക്കിയ ആകാശങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് ക്രിസ്ത്യാനോയുടെ വരുമാന കണക്കുകളിൽ ചിലത് പുറത്തു വന്നത്. ബ്ലൂംബർഗ് ബില്യണയേഴ്സ് ഇൻഡെക്സ് പ്രകാരം ഫുട്ബോൾ ലോകത്തെ ആദ്യ ബില്യണയർ ആയിരിക്കുകയാണിപ്പോൾ റോണോ. $1.4 ബില്യൺ ക്രിസ്ത്യാനോയുടെ ആസ്തി. ഏകദേശം 12,352 കോടി രൂപ വരും ഇത്. അൽ നസറുമായി പുതിയ കരാറിൽ ഒപ്പിട്ടതോടെയാണ് ബില്യണയർ പട്ടികയിലേക്ക് റോണോ കടന്നത്. ബ്ലൂംബർഗ് റിപ്പോർട്ട് പ്രകാരം 2002 മുതൽ 2023 വരെയുള്ള കാലയളവിനിടയിൽ ക്രിസ്ത്യാനോ സമ്പാദിച്ചത് $550 മില്യൺ. ഏകദേശം 4,869 കോടി രൂപ. യൂറോപ്പിലെ പ്രമുഖ ക്ലബ്ബുകളായ റയൽ മാഡ്രിഡ്, യുവൻറ്റസ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, സ്പോർട്ടിംഗ് ലിസ്ബൺ തുടങ്ങിയ ടീമുകൾക്കായൊക്കെ റോണോ ബൂട്ട് കെട്ടിയത് ഇക്കാലയളവിലാണ്.